കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. Sorry. It's okay. ചേച്ചി ചേച്ചി സോറി വസു, ഇനി ഒരിക്കലും ഞാൻ നിങ്ങളെ ഡിസ്റ്റർബ് ചെയ്യില്ല. അങ്ങനെയൊന്നും ഇല്ല ചേച്ചി, ആവശ്യമില്ലാതെ സോറി പറയേണ്ട കാര്യമൊന്നുമില്ല. അങ്ങനെയൊന്നും ഇല്ലായിരുന്നോ? സത്യമായിട്ട് ഇല്ല ചേച്ചി. ഞാൻ കണ്ടതല്ലേ വസു, എന്റെ സഹോദരൻ നിന്റെ രണ്ട് തോളില് കൈവച്ചതും രണ്ടുപേരും റൊമാൻറ്റിക്കായി പരസ്പരം കണ്ണിൽ കണ്ണിൽ നോക്കി നിന്നതും ബാക്ക്ഗ്രൗണ്ടിൽ ഡുയറ്റ് മ്യൂസിക്കും നാണം കൊണ്ട് നിന്റെ കവള് ചുമന്നതും ഒന്നും ആരും അറിയില്ലെന്ന് കരുതിയോ? പോ ചേച്ചി, ചേച്ചി സിനിമ കഥ പോലെ ആലോചിച്ച് കൂട്ടുന്നതാ. അങ്ങനെയൊന്നുമില്ല. നീ പറയുന്നത് പോലെ അങ്ങനെ ഒന്നുമില്ലെങ്കില് നിന്റെ കവളെന്താ ഇങ്ങനെ ചുമന്ന് തുടുത്തിരിക്കുന്നത്? ഒരു ചാൻസ് കിട്ടിയപ്പോ അങ്ങ് കളിയാക്കാണല്ലേ? ചാൻസ് കിട്ടുമ്പോഴല്ലേ ഇങ്ങനെ കളിയാക്കാൻ പറ്റൂ? ചേച്ചി എന്നെ ഇങ്ങനെ കളിയാക്കിയാലുണ്ടല്ലോ, ഞാൻ പോയി അച്ഛനോട് പറയും. നോക്കിക്കോ. നീ അച്ഛനോട് എന്താ പോയി പറയാ? നീ നിന്റെ ഭർത്താവ് ഇങ്ങനെ കൊഞ്ചു കുഴഞ്ഞു നിൽക്കുമ്പോ പെട്ടെന്ന് ഞാൻ കയറി വന്നു. അങ്ങനെയൊക്കെ ആരെങ്കിലും പോയി പറയൂ? ഇപ്പൊ അതല്ലേ സംഭവിച്ചത്. അയ്യോ, അങ്ങനെ ഒന്നും സംഭവിച്ചില്ല ചേച്ചി. സംഭവിക്കണമെന്ന് ആഗ്രഹമുണ്ടല്ലേ? ചേച്ചി, ഞാൻ വിചാരിച്ച പോലെ അല്ലല്ലോ ചേച്ചി. നീയും ഞാൻ വിചാരിച്ച പോലത്തെ ആളല്ല. എന്റെ സഹോദരൻ നിന്റെ വലയിൽ വീഴ്ത്തിയില്ലേ? വീഴ്ത്തിച്ചു. അതിന് അദ്ദേഹം ഒരു മീൻ കുഞ്ഞല്ലേ, അങ്ങനെ എന്റെ വലയിൽ പെടുത്തി. അങ്ങനെയല്ല, ഈ സുന്ദരിയായ വസുവിന്റെ വലയിൽ വീണു പോയതാ. സത്യമായിട്ട് ഞാനിതൊക്കെ പോയി അമ്മയോട് പറയുവേ. അതാ നീ എങ്ങനെ പറയൂന്ന്? ഈ സീനിയർ ഈ ജൂനിയറെ റാഗിങ് ചെയ്യുവാണെന്ന് ഞാൻ പോയി പറയും. പറഞ്ഞോ? അപ്പൊ അമ്മയും എന്റെ കൂടെ ചേർന്ന് നിന്റെ ഭർത്താവിനെ റാഗിങ് ചെയ്യും. ഇവിടെ അങ്ങനെയൊക്കെ നടക്കൂ ചേച്ചി? നടക്കുന്നതെല്ലാം നിന്റെ നല്ലതിന് വേണ്ടിയാ വസു. നിങ്ങൾ രണ്ടുപേരും ഇങ്ങനെ കാണാനാ ഞാനും ആഗ്രഹിച്ചത്. ശരി, അതൊക്കെ പോട്ടെ. എന്ത് പറയാനാ ചേച്ചി വന്നേ? നിന്നെ കളിയാക്കുന്നതിനിടയില് ആ കാര്യം ഞാൻ മറന്നേ പോയി വസു. അഖിലിന് അർജന്റായിട്ട് നിന്നോടെന്തോ പറയാനുണ്ടെന്ന്. എന്ത് കാര്യത്തെ പറ്റിയാ? അറിയില്ല, പക്ഷെ പാവ അവൻ നല്ല ടെൻഷനിലാണെന്ന് തോന്നുന്നു. എന്തിന്റെ കാര്യത്തിൽ അവൻ ഇത്ര ടെൻഷൻ എന്ന് പറഞ്ഞോ? നീ ആദ്യം വാ, അപ്പൊ അവനെല്ലാം പറയും. ഒരു മിനിറ്റ് ചേച്ചി. എന്താ? നീ വീണ്ടും റൂമിലേക്ക് പോയി നിന്റെ ഏട്ടന് ഉമ്മ കൊടുത്തിട്ട് വരാനാണോ? ചേച്ചി, നിങ്ങളുണ്ടല്ലോ. ഞാൻ ഇവിടെ തന്നെ നിക്കാം, നീ വേഗം പോയിട്ട് വാ. ചേച്ചി, ഇതൊക്കെ ടൂ മച്ച് ആണ്. പിന്നെ ഒരു നിമിഷം എന്ന് പറഞ്ഞ് നീ എങ്ങോട്ടായി പോകുന്ന? ഇതെന്റെ തലവിധിയാ. ചേച്ചിയുടെ കയ്യിൽ ഇങ്ങനെ വന്ന് പെടണമെന്ന് ആരോ എഴുതി വെച്ചിട്ടുണ്ട്. ഞാനൊന്നും വിചാരിക്കില്ല, നീ പോയിട്ട് വാ. അയ്യോ, ഞാൻ എങ്ങോട്ടും പോകുന്നില്ല, ചേച്ചിയുടെ കൂടെ തന്നെ വരാം. ഇറങ്ങ്. ഷുവറാ? ചേച്ചി, എനിക്കുണ്ടല്ലോ. ഇറങ്ങോട്ട്. ശരി, വാ. ഞാനിപ്പോ എന്ത് ചെയ്യാനാ ദൈവമേ? അയ്യോ,
കാർത്തിക സാരിയുടെ ഡിസൈനിങ് ചെയ്ത് തീർത്ത് കാണുമോ? ഒന്ന് ചോദിച്ചു നോക്കാം. ഏട്ടത്തി, എന്താ ഇവിടെ ഇരിക്കുന്നത്? എന്റെ റൂമിൽ കിടന്നിട്ട് എനിക്ക് ഉറക്കം വരുന്നില്ല, അതുകൊണ്ട് ഇങ്ങോട്ട് വന്നത്. അമ്മാ അമ്മാ. അതിന് ഡിന്നർ കഴിഞ്ഞില്ലല്ലോ, അതിനു മുമ്പ് എന്താ ഉറക്കം? അത് ശരിയാ, ഭക്ഷണം കഴിക്കാതെ എങ്ങനെ ഉറക്കം വരുന്നത്? കുട്ടികളുടെ ബെഡ്റൂമിൽ വന്നിങ്ങനെ ഉറങ്ങുന്നത് ശരിയല്ല ഏട്ടത്തി. ഞാൻ വേണോന്ന് വിചാരിച്ചു വന്നതല്ലല്ലോ, എന്റെ തലവിധിയല്ലേ. എന്താ പറഞ്ഞേ? ഞാനൊന്നും പറഞ്ഞില്ല എടുത്തി. അതുപോട്ടെ, എടുത്തിപ്പോ എന്തിനാ ഇങ്ങോട്ട് വന്നേ? സാരി നോക്കാൻ വേണ്ടി വന്നതാ. കാർത്തിക്, ഡിസൈനിങ് കഴിഞ്ഞോ? ചെയ്തു കഴിഞ്ഞു അമ്മേ. എവിടെ? ഞാനൊന്ന് കാണട്ടെ. തീർന്നടി, നീ ഇന്ന് തീർന്നു. എന്താ എടുത്തി പറ്റിയേ? കൊതുക് ശല്യം എടുത്തി, വെറുതെ ഇങ്ങനെ കഴിച്ചോണ്ടേ ഇരിക്കുക. കേട്ടില്ലേ, നീ ഇന്ന് തീർന്നടാ. ആ സാരി ഒന്ന് കാണാനായിട്ട് കൊതിയാവുന്നുണ്ട്. ഒന്ന് വേഗം കാണിക്കൂ കാർത്തികേ. ഇന്ന് നിനക്ക് രക്ഷയില്ലടി, രക്ഷപ്പെടില്ല. എന്താ ഏട്ടത്തി കാണിക്കുന്നേ? കൊതുക എടുത്തി ചത്തുന്ന വിചാരിച്ച്, ചത്തില്ല അമ്മേ. ഇവരെന്തിനാ കൊതുകെന്ന് പറഞ്ഞ ബഹളം വെക്കുന്നേ? ഒരു കൊതുകിന് വേണ്ടി ഇത്രയും ടെൻഷനോ? കാർത്തികേ, നീ എന്താ ഇങ്ങനെ നിക്കുന്നേ? ആ സാരി വേഗം എടുത്തോണ്ട് വാ. എടുത്തിട്ട് മുന്നിലുണ്ടല്ലോ. എന്താ ഏട്ടത്തി? അല്ല എടുത്തി, ആ സാരി എടുത്തിയുടെ കൺമുമ്പിൽ തന്നെ ഉണ്ടെന്ന് പറയായിരുന്നു എടുത്തി. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സാരിയല്ലേ ഏട്ടത്തി? അതും എടുത്തോണ്ട് അദ്ദേഹത്തിന്റെ മുമ്പിൽ നിൽക്കുന്ന നിമിഷം കാത്തിരിക്കുക ഞാൻ. അതിനുള്ള ഭാഗ്യമുണ്ടോ എന്തോ. ഏട്ടത്തി എന്താ പറഞ്ഞേ? ഒന്നുമില്ല എടുത്തി, ഡിസൈനിങ് എല്ലാം തീർന്നു. ഇനി ചെറിയ ചെറിയ ഫിനിഷിങ്ങും കൂടിയേ ഉള്ളൂ. നാളെ രാവിലെ ആകുമ്പോഴത്തേക്ക് തീരും. കീറിപ്പോയ സാരി നാളെ ആവുമ്പോഴേക്കും എങ്ങനെയാ ശരിയാക്കുന്ന ആന്റി? രാവിലെ മുതൽ ഡിസൈനിങ് ചെയ്യായിരുന്നല്ലോ, ഇതുവരെ കഴിഞ്ഞില്ലേ? ഞാനും അതാ പറഞ്ഞേ, തന്നെയല്ല എടുത്തെ സന്തോഷിപ്പിക്കാന്ന് പറയുന്ന എളുപ്പം. ഒരു ഗോൾഡ് മെഡലിസ്റ്റിന് എന്നെ സന്തോഷിപ്പിക്കാൻ എന്ത് കഷ്ടപ്പാടാ. അത് ശരിയാ, പക്ഷെ ഇത് ഫസ്റ്റ് ടൈം അല്ലേ, അതിന്റെ ഒരു ടെൻഷൻ ഉണ്ടാവുമല്ലോ. ഇത് ഫസ്റ്റ് ടൈം ആണോ? ഇതിനു മുൻപൊരിക്കലും ഡിസൈനിങ് ചെയ്തിട്ടില്ലേ? ആ ചാൻസ് ആരും കൊടുത്തില്ല. ഇവര് പണി തരുമെന്നാ തോന്നുന്നു. എന്താ? അത് ഏട്ടത്തിയുടെ സാരി ഡിസൈൻ ചെയ്യുന്നത് ആദ്യമായിട്ടല്ലേ? ആ ശരി ശരി, നീ അതി സാരി കാണിക്കു കാർത്തികേ. ഡിസൈൻ എങ്ങനെയുണ്ടെന്ന് നോക്കട്ടെ. എന്താ എടുത്തി, എല്ലാം കഴിഞ്ഞിട്ട് നാളെ രാവിലെ കണ്ടാ പോരെ? ഇപ്പൊ അത് കഴിഞ്ഞിട്ടില്ല. ഏട്ടത്തിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നങ്ങനെ പറഞ്ഞ കാർത്തിക രാത്രി മുഴുവൻ ഇരുന്ന് ഫീൽ ചെയ്യില്ലേ? അങ്ങനെയാണോ? ശരി, എന്നാ ഞാൻ രാവിലെ കണ്ടോളാം. നാളെ രാവിലെ തന്നെ റെഡിയാകുമല്ലോ അല്ലേ? റെഡിയാവും. നീ ടെൻഷൻ അടിക്കാതെ വർക്ക് ചെയ്തോ കാർത്തികേ. എന്നാ ശരി അമ്മേ. അയ്യോ അമ്മ, അയ്യോ അമ്മ. അമ്മ, രാവിലത്തേക്ക് എങ്ങനെ ശരിയാവുന്ന? എന്തിനാ അങ്ങനെ പറഞ്ഞത്? എന്തടി ഇത്രയും നേരം നിന്നെ രക്ഷപ്പെടുത്തി എന്നെ വഴക്ക് പറയുന്നോ? വലിയ രക്ഷപ്പെടുത്തല് തന്നെയാ. ഇങ്ങനെയുണ്ടോ ഓരോ രക്ഷപ്പെടുത്തല്? അമ്മ, പേടിച്ച് ഞാൻ ചത്തുപോയെന്നെ. ഞാനെന്താടി ബാത്റൂമിൽ പോയിട്ട് കുളിച്ചിട്ട് വന്നിരിക്കുക? എന്റെ ഉള്ളിൽ എത്രമാത്രം പേടിയുണ്ടെന്ന് നിനക്കറിയോ? നാളെ രാവിലെ ആവുമ്പോഴേക്കും ഞാൻ എങ്ങനെ അമ്മയ്ക്ക് സാരി കൊടുക്കും? വസുവിനോടും ഭാവനോടും സംസാരിക്കാൻ അഖില് പോയിട്ടുണ്ടല്ലോ. അവര് എന്തായാലും ചെയ്തോളും, നീ വെറുതെ ടെൻഷൻ അടിക്കണ്ട.
അഖില നീ എന്തായി പറയുന്നേ? അമ്മയുടെ ആ സാരി കീറിപ്പോയെന്നോ? എങ്ങനെ? വസു, ഇത്ര സമയം ഞങ്ങൾ ടെൻഷൻ അടിച്ചു, ഇനി നീയും കൂടി തുടങ്ങണ്ട. വസു സമാധാനപ്പെട്ടാലും അഖിലിന്റെ ടെൻഷൻ മാറില്ലല്ലോ. അത് കൂടത്തല്ലേ ഉള്ളൂ. ഏട്ടാ, ആവശ്യമില്ലാതെ എന്നെ BP കൂട്ടല്ലേ. വരൂടാ, ഭാര്യ പറയുന്നത് കേട്ടാലും ഇല്ലെങ്കിലും BP ഷുഗറും ഒക്കെ കൂടത്തേ ഉള്ളൂ. എന്റെ ഏട്ടാ, ഒന്ന് നിർത്തുന്നുണ്ടോ? കാർത്തിക ഫാഷൻ ഡിസൈനിങ് കോഴ്സൊക്കെ കഴിഞ്ഞതല്ലേ അഖിൽ? പിന്നെ അതെങ്ങനെയാ കീറിപ്പോയത്? വെറും തള്ള എടുത്തി. അവൾ ഒരു ദിവസം പോലും കോളേജിൽ പോയിട്ടില്ല. എന്റെ കൂടെ കറങ്ങാൻ. പറയടാ, എന്താ നിർത്തിയത്? അതൊക്കെ വിട ഏട്ടാ. അപ്പൊ സത്യത്തിൽ തെറ്റുകാരൻ നീയാടാ. പഠിക്കാൻ പോകുന്ന പിള്ളേരെ വഴി തെറ്റിച്ച് ഇപ്പൊ കിടന്ന് കരയല്ലേ? എന്താ ഏട്ടാ, ഒന്നാമത് അഖില് ടെൻഷനിൽ നിൽക്കോ? അതിന്റെ കൂട്ടത്തിൽ ഏട്ടൻ ഇങ്ങനെയൊക്കെ പറഞ്ഞ? കാർത്തികയെ കുറിച്ച് നിനക്ക് നേരത്തെ അറിയാമായിരുന്നെങ്കിൽ പിന്നെ എന്തിനാ സമ്മതിച്ചത് അഖിൽ? പ്രേമത്തിന് കണ്ണില്ലല്ലോ. ആ സ്നേഹത്തില് വീണ് അവന്റെ കാഴ്ച പോയതാ. അതെ, എന്റെ ചെരുപ്പോണ്ട് എന്നെ തന്നെ അടിക്കണം. ഒരു മിനിറ്റ്. എന്റെ ഏട്ടാ, എങ്ങോട്ടാ പോണേ? അത് തന്നെ ഭാവനെ, അവൻ ചെരുപ്പോണ്ട് അടിക്കാന്ന് പറഞ്ഞില്ലേ? ആ ചെരുപ്പൊന്ന് എടുത്തു കൊടുക്കാനാ. ഏട്ടാ, നിങ്ങളുടെ സമയം നല്ലതായതുകൊണ്ട് എനിക്കിട്ട് ഊതല്ലേ. എനിക്കൊരു സമയം വരും. ഈ നിക്കുന്നത് ഭാസ്കറാടാ. അതങ്ങനെ എളുപ്പമൊന്നും പറ്റില്ല. ഏട്ടന് അബദ്ധം പറ്റാത്തൊരു ദിവസം ഉണ്ടെങ്കിൽ അത് പറയൂ. എന്തിനാ ഇങ്ങനെ ഓവർ ആക്ഷൻ കാണിക്കുന്നേ? ഭാവനെ, നീ എനിക്ക് സപ്പോർട്ടാ ചെയ്യണ്ടേ. എന്റെ സപ്പോർട്ട് എപ്പോഴും അഖിലിനായിരിക്കും. ഇനി ചിലപ്പോ ആ സാരി അമ്മയുടെ കണ്ണിൽ പെട്ടാലോ? ഗോവിന്ദ ഗോവിന്ദ, നീ സന്യാസിയാവും, കാർത്തിക അവളുടെ വീട്ടിലും പോവും. നിങ്ങൾ നിർത്തുന്നുണ്ടോ ഇല്ലയോ? എപ്പോഴും അപശകുനെ പറയൂ. അപശകുനൊന്നും അല്ല, ഇത് ഫാക്റ്റാ. ഏട്ടാ, എന്നെ കളിയാക്കുന്ന മതിയാക്കിയിട്ട് എന്തെങ്കിലും ഒരു സൊല്യൂഷൻ പറഞ്ഞതാ പ്ലീസ്. സോറിടാ, എനിക്കിതുമായിട്ട് ഒരു ബന്ധവുമില്ല. നിങ്ങൾക്ക് അതിനുള്ള ബുദ്ധി ഇല്ലാന്ന് പറയും. അതിനുവേണ്ടിയല്ലേ വസുവിനെ വിളിച്ചത്. പ്ലീസ് എടുത്തി, എന്തെങ്കിലും ഐഡിയ പറഞ്ഞാ പ്ലീസ്. ഇങ്ങനെ ഇടപിടിയെന്നൊക്കെ പറഞ്ഞാ ഞാനിപ്പോ എന്ത് ചെയ്യാനാകിൽ? ഇനി അതുപോലത്തെ സാരി വാങ്ങാന്ന് വിചാരിച്ച ആ മോഡൽ സാരി ഇപ്പൊ കിട്ടാനില്ലെന്ന് പറഞ്ഞില്ലേ? ഇതിപ്പോ എങ്ങനെയാ മാനേജ് ചെയ്യാ? അത് സിമ്പിൾ അല്ലേ വസു. ഇവനും കാർത്തികയും പോയി അമ്മയുടെ കാലി വീണ് ക്ഷമ ചോദിച്ചാ തീരില്ലേ പ്രശ്നം. അങ്ങനെയൊന്നും പറഞ്ഞ അമ്മ ക്ഷമിക്കില്ല. നിങ്ങൾ നിങ്ങളുടെ ഒരു കുരുട്ട് ബുദ്ധി. വേഗം എന്തെങ്കിലും ഐഡിയ ഉണ്ടെങ്കിൽ പറയാ എടുത്തി. സാരിക്ക് ഒരുപാട് ഡാമേജ് ഉണ്ടോ? മൊത്തം എഫോർട്ട് എടുത്ത് കോളമാക്കി വച്ചിരിക്കുക അവള്. അവക്കാണെങ്കിൽ ഡിസൈനർ ആവണമെന്നുള്ള ആഗ്രഹം മാത്രമേ ഉള്ളൂ. നോളേജേ ഇല്ല അവക്ക്. ആദ്യം ആ സാരി എങ്ങനെയുണ്ടെന്ന് നോക്കിയിട്ട് വരാം. അത് കഴിഞ്ഞ് എന്താ വേണ്ടതെന്ന് ആലോചിക്കാം. വാ നോക്കാം. അമ്മേ, എന്താ ഒറ്റയ്ക്കിരിക്കുന്നത്? ഇവിടെയുള്ള എല്ലാരും എവിടെ പോയി? കുട്ടികളൊക്കെ ഹോംവർക്ക് ചെയ്യാന്ന് തോന്നുന്നു. നിന്റെ ഇളയമ്മ കാർത്തികയുടെ റൂമിലാ. ഭാവനയും വസുവും മോളിലിരുന്ന് തൃക്കാർത്തിക വിശേഷങ്ങളെ പറ്റിയൊക്കെ പറഞ്ഞോണ്ടിരിക്കുക. പിന്നെ കാർത്തിക. അബി, നിനക്കൊരു കാര്യം അറിയോ? എന്താ അമ്മേ? കാർത്തിക എന്റെ സാരിയിൽ പുതിയ ഡിസൈൻ ചെയ്തോണ്ടിരിക്കുക. അവള് ഫാഷൻ ഡിസൈനിങ് കോഴ്സ് പഠിച്ചിട്ടുണ്ടല്ലോ. എന്റെ പഴയ സാരിയെ പുതിയതാക്കി തരാന്ന് പറഞ്ഞിരിക്കുക. അവള് നന്നായിട്ട് ഡിസൈൻ ചെയ്യുമെന്ന് നിന്റെ ഇളയമ്മയും പറഞ്ഞായിരുന്നു. സാരി സൂപ്പർ ആവും. കാർത്തിക നല്ല ഒരു ഡിസൈനറുമായിട്ട് മാറും. നാളെ നമ്മൾ ചെയ്യാൻ പോകുന്ന ഇവന്റിൽ വേണമെങ്കിൽ കാർത്തികയുടെ കഴിവിനെ നമുക്ക് ഉപയോഗിക്കുകയും ചെയ്യാം. കാർത്തികയെ കൊണ്ട് ഡിസൈനിങ് ഒക്കെ ചെയ്യിപ്പിക്കാം. അപ്പൊ നമ്മുടെ ഇവന്റ്സിന് നല്ലൊരു പേരും കിട്ടുമല്ലോ. എന്തു പറയുന്ന ബി? എങ്ങനെയാണെങ്കിലും പുതിയ തലമുറ പെൺകുട്ടികൾക്കൊക്കെ ഒരുപാട് കഴിവാ. പഴയ കാലത്തെ മരുമകളാണെങ്കിൽ പാചക ജോലി മാത്രമേ ചെയ്യാറുള്ളൂ.
ഇപ്പൊ ഒരുപാട് കഴിവുകളുണ്ട് കുട്ടികൾക്ക്. വലിയ വലിയ ജോലികളാ ചെയ്യുന്നേ, നമ്മുടെ കാർത്തികയെ പോലെ. ഭാവന പഴയ കാലത്തെ മരുമകളെ പോലെയാ. വസു കുറച്ചുകൂടി മോഡേണ. പക്ഷെ നമ്മുടെ കാർത്തിക മെടുക്കിയ. ഞാൻ വെറുതെ എന്തൊക്കെയോ പറഞ്ഞോണ്ടിരിക്കുന്നു. മോൻ കഴിക്കാൻ വാ, ഞാൻ വിളമ്പി വെക്കാം. എല്ലാരും വന്നതിന് ശേഷം നമുക്ക് ഒരുമിച്ച് കഴിക്കാമേ. അല്ല അമ്മേ, ഏടനും അഖിലൊക്കെ എവിടെ പോയി? അവരും മോളിലുണ്ടെന്ന് തോന്നുന്ന ബി. മേളിൽ അവരെന്താ ചെയ്യുന്നേ? അത് തന്നെ, പെൺകുട്ടികൾ കാര്യങ്ങൾ സംസാരിച്ചോണ്ടിരിക്കുന്നിടത്ത് ഇവർക്കെന്താ കാര്യം? ഞാൻ പോയി നോക്കിയിട്ട് വരാം. വേണ്ട അമ്മേ, അമ്മ എന്തിനാ ബുദ്ധിമുട്ടുന്നേ? ഇവിടെ ഇരിക്കാം. മേളിൽ എല്ലാരും കൂടെ എന്താ ചെയ്യുന്നേ? ഹോള് വീണെന്ന് പറഞ്ഞപ്പോ 1 2 ആയിരിക്കും എന്നാ വിചാരിച്ച്. ഇത്രയും എങ്ങനെ? ഇതില് ഹോളല്ലാതെ സാരി കാണാനില്ലല്ലോ. നാളെ കാർത്തിക ഉത്സവം ആയിരിക്കില്ല, കാർഗിൽ യുദ്ധമായിരിക്കും നടക്കാൻ പോകുന്നത്. എടാകിലേ, നീ വേഗം ഇവിടുന്ന് എവിടെയെങ്കിലും ഓടി വെക്കോ. മോളെ കാർത്തികേ, നീ വേഗം നിന്റെ ലഗേജ് ഒക്കെ പാക്ക് ചെയ്ത് അമ്മയ്ക്ക് ഫോൺ ചെയ്യും. പിന്നെ ഇളയമ്മേ, നിങ്ങൾ ഏതെങ്കിലും മടത്തി പോകുന്നോ അതോ വല്ല അനാഥാലയത്തിലും പോകുന്നോ? എടാ കൊച്ചുമോനെ, കണ്ടോടാ നിന്റെ ഏട്ടൻ എന്നെ കളിയാക്കുന്നേ. ഏട്ടാ, നേരത്തെ കാണിച്ച ഓവർ ആക്ഷൻ മതി, ഇനി റിപ്പീറ്റ് ചെയ്യണ്ട. ഞാൻ സത്യോടാ പറയുന്നേ. അമ്മ വന്ന് ഈ സാരി കണ്ടാലുണ്ടല്ലോ, ഇതിൽ എത്ര ഹോളാണോ ഉള്ളേ അതിന്റെ ഇരട്ടി എണ്ണ അടി നിങ്ങൾക്ക് 3 പേർക്കും കിട്ടും. ഇങ്ങനെ പേടിപ്പിക്കല്ലേ ഭാസ്കരേട്ടാ. പേടിപ്പിച്ചല്ല മോളെ, ഞാനുള്ള കാര്യം പറഞ്ഞതാ. ഏട്ടൊന്ന് ചുമ്മാ നിൽക്കുന്നുണ്ടോ? എന്തിനാ ചുമ്മാരിക്കണ്ടേ? നീ എന്നെ കളിയാക്കുമ്പോ ഇവ എത്ര പ്രാവശ്യം ചിരിച്ചിട്ടുണ്ട്. അതുകൊണ്ടും ഈ നേരത്തെ തന്നെ പ്രതികാരം വേണോ ഏട്ടാ? കണക്ക് ശരിയാക്കിക്കൊണ്ടിരിക്കാടാ. നീ ഇന്ന് ശരിക്കും പെട്ടു. അയ്യോ, എടാ ഭാസ്കർ മോനെ, മൂത്തവൻ എന്ന നിലയിൽ എന്തെങ്കിലും ഐഡിയ പറഞ്ഞതാടാ. എന്നെക്കാളും നിങ്ങളല്ലേ വയസ്സിന് മൂത്തത്. ഭൂമി ഉണ്ടായപ്പോ തന്നെ നിങ്ങളുണ്ടല്ലോ. അപ്പൊ എന്താ ഐഡിയാന്ന് ഇളയമ്മ തന്നെ പറ. ഹേയ്, നിങ്ങൾ ഇനി വാ തുറന്ന കൊന്നുകളയും. നിങ്ങളുടെ ഒരു ഐഡിയ വേണ്ട. നിങ്ങൾ ഒറ്റയൊരുത്തി കാരണം ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. ഞാൻ എന്താടാ ചെയ്തേ? 2 എണ്ണം തന്നാലുണ്ടല്ലോ, തല 2 ആയിട്ട് പൊട്ടിപ്പോവും. അഖിൽ, നീ ഒന്ന് മിണ്ടാ നിൽക്ക്. വസു, നീ പറയൂ. ഇത്രയും ഹോൾസ് നീ എങ്ങനെയാ ഇട്ടത് കാർത്തികേ? പുതിയതാന്ന് കരുതി ട്രൈ ചെയ്തതാ ഏട്ടത്തി. ഇതാണോടി നിന്റെ പുതുമ? നന്നായിട്ടുണ്ട്. വെറൈറ്റി ആയിക്കോട്ടെ എന്ന് കരുതിയിട്ട് ചെയ്തതാ. പാവം, ഇതിൽ അവളുടെ തെറ്റില്ല. എന്തോ അവളൊന്ന് ട്രൈ ചെയ്തല്ലേ. തെറ്റൊന്നുമില്ലെന്ന് പറഞ്ഞ കൊന്നുകളി വിളയമ്മേ. ഡാ, നീ ഇത് പണ്ടേ ചെയ്യേണ്ടതായിരുന്നു. എന്നാ ഈ പ്രശ്നം ഉണ്ടാവുമായിരുന്നോ? രണ്ടും കൂടി എന്നെ കൊല്ലുവോ? ഇല്ലില്ല, നിങ്ങൾക്ക് ബിരിയാണി വാങ്ങിച്ചു തരും. കാർത്തികയ്ക്ക് ഇല്ലാത്ത കഴിവുണ്ടെന്നൊക്കെ പറഞ്ഞ് ഈ അവസ്ഥയിൽ എത്തിച്ച നിങ്ങളല്ലേ? ആന്റി ഒന്നും പറയല്ലേ വല്യേട്ടാ. ആഹാ, കൂടെ നിൽക്ക്. നീ തള്ളക്ക് വക്കാലത്തൊന്നും പറയണ്ട. നീ രണ്ടിനെയും കൂടി ഒരുമിച്ചും തീഹാർ ജയിലിലേക്ക് പറഞ്ഞയക്കണം. നിന്നോട് മിണ്ടാ നിൽക്കാൻ പറഞ്ഞില്ലേ? വസുവിനൊന്ന് ആലോചിക്കാൻ സമയം കൊടുക്ക്. പ്ലീസ് ഏട്ടത്തി, എന്തെങ്കിലും ഒരു ഐഡിയ. 1 2 ഒക്കെ ആയിരുന്നെങ്കിൽ എന്തെങ്കിലും ചെയ്ത് ശരിയാക്കാമായിരുന്നു.
ഇതിപ്പോ ഇത്രയും ഹോൾസ് എങ്ങനെയാ? ബുദ്ധിമുട്ടാ കാർത്തികേ. അങ്ങനെ പറയില്ലേ ഏടത്തി, ഈ സിറ്റുവേഷനിൽ നിന്നും ഏട്ടത്തി അല്ലാതെ ആര് രക്ഷിക്കാനാ? അതെ അതെ, ഞാൻ ഇതുവരെ വാ തുറന്ന് നിന്നോട് ഒരു സഹായം ചോദിച്ചിട്ടില്ല. ഈ ആപത്തിൽ നിന്ന് നീ എങ്ങനെയെങ്കിലും രക്ഷിക്കണം. നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നൊന്നും അല്ല, അതിലും കൂടുതൽ അർഹിക്കുന്നേ. എന്താ ഇത്? ഒന്ന് മിണ്ടാ നിക്ക്. എന്തിനാ വെറുതെ വിഷയം മാറ്റുന്നത്? ഇതൊക്കെ ഇവരുടെ വെറും അഭിനയൊന്നും നീ എന്താ മനസ്സിലാക്കാത്തെ? ഭാസ്കർ മോനെ. എന്താ എന്താ എനിക്ക് സത്യം പറഞ്ഞൂടെ? വീരപ്പനെ പോലാണെന്ന് പറയണോ അതോ ഫൂലദേവി എന്ന് പറയണോ? ഞാനോ? അയ്യോ അയ്യോ, ഒന്ന് നിർത്തുന്നുണ്ടോ? വസു, നീ എന്തെങ്കിലും ഒന്ന് ചെയ്യ്. എന്ത് ചെയ്യാനാ ചേച്ചി? അന്ന് എന്റെ സാരിയില് ചെറിയ ചെറിയ ഡിസൈൻ ചെയ്തില്ലേ? അമ്മ കൂടി അത് കൊള്ളാന്ന് പറഞ്ഞതല്ലേ? അതുപോലെ ഈ സാരിയില് നീ ഒന്ന് ഡിസൈൻ ചെയ്യ്. ശരി, 2-3 ദിവസത്തിനകം ശരിയാക്കി തരാം. 2-3 ദിവസോ? 2-3 ദിവസം എടുക്കോ? നാളെ രാവിലെ തന്നെ അമ്മയ്ക്ക് കൊടുക്കാന്ന് വാക്ക് പറഞ്ഞതാ. ആരോട് ചോദിച്ചിട്ടാണ് നീ വാക്ക് കൊടുത്തത്? ആരോട് ചോദിച്ചിട്ടാണ്? നിന്നുണ്ടല്ലോ. പറ്റിപ്പോയി അഖിൽ, ഞാനല്ല, ആന്റിയാ. അത് നിന്റെ അമ്മ തിരക്ക് കൂട്ടിട്ടാടാ. ഉടൻ തന്നെ ആ സാരി കാണണോന്ന് പറഞ്ഞു, അതുകൊണ്ടാടാ. നാളെ രാവിലെ എങ്ങനെ കൊടുക്കുന്ന പറയാ, എങ്ങനെ കൊടുക്കുന്ന? അവരെ വിടറാ. എന്നോട് നിനക്ക് എന്തൊരു സ്നേഹാടാ ഭാസ്കർ മോനെ. ഒന്ന് ചുമ്മാ ഇരുന്നേ. നാളെ സൺഡേയാ, നിങ്ങളെ കണ്ട അതും കൂടെ വേസ്റ്റ് ആവും. വസു, ഓൾറെഡി വാക്ക് കൊടുത്തു പോയതാ, ഇനി മാറ്റാൻ പറ്റില്ല. നീ തന്നെ എന്തെങ്കിലും ഒന്ന് ചെയ്യണം. ഇന്ന് രാത്രി ഫുള്ള് ഉറങ്ങാതിരുന്ന ഈ സാരി ഒന്ന് ഡിസൈൻ ചെയ്യോ? അല്ലെങ്കിൽ പിന്നെ കാർത്തിക അമ്മയുടെ ഫ്രണ്ടിൽ പെട്ടുപോകും. ഞാനും പെടും. പ്ലീസ് ഏട്ടത്തി, സേവ് മീ. അന്ന് ഞാനും കൂടി ഏട്ടത്തിയുടെ ഓഫീസ് മാറ്ററിൽ ഹെൽപ്പ് ചെയ്തതല്ലേ? അതേ മോളെ വസു, ഞാനും ഹെൽപ്പ് ചെയ്തിട്ടില്ലേ? ഇപ്പൊ ആ നന്ദി ഒന്ന് കാണിക്കും മോളെ. എന്താണെന്ന്? നന്ദി പ്രകടനോ? ഒന്നുകൂടെ പറഞ്ഞേ. അല്ലല്ല, സഹായം. എടുത്തി പ്ലീസ് എടുത്തി, ഞങ്ങളുടെ ജീവിതം തന്നെ ഇപ്പൊ എടുത്തിട്ട് കയ്യില്ല. പ്ലീസ് എടുത്തി, പ്ലീസ്. എന്താകിലിത്? നീ കൈവിട്ടെ. ഇത് എന്റെ കടമയോ? നിങ്ങൾക്ക് ചീത്തപ്പേരുണ്ടാകാതെ നോക്കാം. ഓക്കെ അല്ലേ? താങ്ക്സ് ഏട്ടത്തി, ഒരുപാട് നന്ദിയുണ്ട്. രക്ഷപ്പെട്ടു ദൈവമേ. വേഗം വാ, അമ്മ മുകളിലേക്ക് കയറി വന്ന വലിയ പ്രശ്നവും. കാർത്തിക, ആ സാരി എടുത്തിട്ട് വേഗം വാ. എടുക്ക. എടാ ഉണ്ണി, ഈ സാരിയുടെ ഐഡിയ തന്നത് നീയല്ലേ? ഇങ്ങനെയായി തീരുമെന്ന് നിനക്ക് നേരത്തെ അറിയായിരുന്നോ? അറിയാവുന്നോണ്ടല്ലേ ഞാൻ ഐഡിയ പറഞ്ഞു തന്നത്.